അപ്പേ എവിടെയുള്ള ഞാനിവിടെ ഒരു ബീച്ചില് തിരമാലകൾ കാണാൻ പോയി. അതെയാ, പിള്ളേരൊന്നും കൂട്ടാണ്ട് വന്നിരുന്നു, ഒറ്റക്ക് സൊള്ളുന്നല്ലേ. ഇങ്ങനെ പിള്ളേരെ കൂട്ടാൻ പറ്റും? എന്താ ഒന്നൊരു ബൈക്കായില്ലേ, സ്കൂളിൽ പോയില്ലേ ഇളയത്, ആ നമ്മക്കൊരു എൻജോയ്മെന്റ്. കേക്കണ്ട, അവിടെ ചെല്ലുമ്പോ കൂട്ടുകയാണെങ്കിൽ കാർ എടുക്കണോ? അത് വേണം, ഇതാകുമ്പോ സ്കൂട്ടിയിൽ വരാമല്ലോ. അത് വരാം. നമ്മള് വേറെ എവിടെയാ പോയ ഇന്ന്? ഇച്ചിരി ഷോപ്പിംഗ് ചെയ്തു, ഫുഡ് കഴിച്ചു ഉച്ചക്കൊക്കെ. ഒരു 4-4:30 ആകുമ്പോ നമുക്ക് നല്ലതാണ് പോവാം, ഇച്ചിരി കാറ്റൊക്കെ കൊണ്ട്. അതുവരെ നമുക്ക് കടലും കണ്ടിരിക്കാം അല്ലേ. എടുത്തിട്ട് കടല് തിരമാല വരുമ്പോ നല്ല ഉണ്ടല്ലേ, വെള്ളം കയറിയുണ്ട്. ഒരുപാട് മഴ കിട്ടിയില്ലേ ഇപ്രാവശ്യം. നല്ല തിര കാണാൻ നല്ല രസമുണ്ട്, മനസ്സിനൊരു സുഖം കിട്ടുന്നില്ല. നല്ല കാറ്റും ഒരു കുളിരില്ലേ, കുളിര്. പിള്ളേരെ എല്ലാം കൂട്ടിയിട്ട് നമുക്ക് പിന്നെ ഒരു ദിവസം വരാം അല്ലേ. ചില സമയത്ത് ഞാൻ കുട്ടികളെ കൂട്ടിട്ട് ഇവിടെ വരുത്തുന്നുണ്ട്. എന്നോട് പറയുമ്പോൾ എനിക്ക് ദേഷ്യം വരുത്തില്ലേ. ടൗണിൽ വരുമ്പോ നിന്നെ കൂട്ടിട്ടൊന്ന് ഇങ്ങോട്ട് വരാം. എപ്പോ കടലിന്റെ അടുത്ത് കൊണ്ടുവരുമ്പോ സന്തോഷായില്ലേ? സന്തോഷായി അല്ല, പിള്ളേരെ എപ്പോഴും കടലിന്റെ അടുത്ത് ആൾക്കാരുണ്ടല്ലോ, ഒന്ന് കാണിച്ചു കൊടുക്കാൻ. കടലിന്റെ അടുത്ത് മക്കളെ കൂട്ടിക്കൊണ്ട് വരുമ്പോ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കണല്ലോ. അതുകൊണ്ടാണ് കുറച്ചാൾ കുറഞ്ഞു വരുമ്പോ കൊറേ ആളുണ്ടായില്ലേ. അതെ, കുറേ പേരുണ്ട്. ഇതൊക്കെ ഓരോ ബദാമിന്റെ മരമൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ ഇടയിലൂടെ ഒക്കെ ഇങ്ങനെ ഇരിക്കും. ട്രോളിംഗ് ആയതുകൊണ്ട് മറ്റ് ബോട്ടുകളോ തോണികളോ ഒന്നും കാണുന്നില്ല, ഒന്നുമില്ല. ഇപ്പോൾ ട്രോളിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറേ ബോട്ടും എല്ലാം ഒരുപാട് കാണാം, നമുക്ക് എണ്ണിയാൽ തീരൂല. ഇപ്പം നോക്കിയിട്ട് ശൂന്യമാണ്. അതെ, ഒന്നും പോകുന്നതില്ല അല്ലേ. അതുപോലെ അതെ, മീൻ കിട്ടുന്നുണ്ട്, പക്ഷേ എങ്കിൽ മീനിനൊക്കെ നല്ല പൈസയല്ലേ അപ്പേ. ഇപ്പൊ നല്ല 400 കുറഞ്ഞ കളിയില്ലല്ലോ. മത്തിക്ക് തന്നെ ഉണ്ട് 400 രൂപ. അപ്പം നിങ്ങൾക്കൊക്കെ മീൻ കിട്ടുന്നുണ്ടോ, മീനൊക്കെ ഫ്രഷ് ആണോ എന്നൊക്കെ നോക്കിയിട്ടൊക്കെ മീനൊക്കെ മേടിച്ച് കഴിക്കണം കേട്ടോ. നമ്മളിവിടെ മീൻ മേടിക്കാറേ ഇല്ല, റേറ്റും കൂടുതലാണ്. പിന്നെ കിട്ടും, വൈകുന്നേര സമയങ്ങളിലൊന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്രഷ് മീനൊക്കെ പിടിച്ചിട്ട് ഓടക്കാരൊക്കെ പിടിച്ച് വന്നതുണ്ടെങ്കിൽ കിട്ടുമേ. പിന്നെ ബെസ്റ്റ് ഇങ്ങനത്തെ ഇവിടെ വന്നിട്ട് ചൂണ്ടിട്ട് 2 മീനെ പിടിക്കുന്നതല്ലേ. ഈ വേണ്ട നോട്ടാണെങ്കിൽ നല്ല അടുക്, ചെമ്പല്ലി ഇതെല്ലാം കിട്ടും. രാവിലെ വന്നാൽ മതി, 5 മണിക്കൂർ ഒരുപാട് ആൾക്കാർ വരുത്തുണ്ട്. വലിയ വലിയ ചെമ്പല്ലി പിടിച്ചിട്ടാണ് പോവുക. ഇവിടെ നിന്നാൽ കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ അടുത്ത് ചെറിയ പൈസ കിട്ടും. അങ്ങനെ ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട്, സമയമില്ല. ഒന്നാമത് വീട്ടിൽ നിന്ന് ഇപ്പൊ പുതച്ചോ അങ്ങ് കിടന്നുറങ്ങുന്നതല്ല, കിടന്നുറങ്ങുന്നത് ഒരു ഇതാണ്. പിന്നെ മഴയുടെ ഇത് വരുമ്പോൾ വെള്ളമൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കൂല. എത്രമാത്രം ശ്രദ്ധിക്കുന്നതായിട്ട് പോലും പല അപകടങ്ങളും ഇപ്പം മുമ്പിൽ കാണുന്നുണ്ട്. നമ്മളെ സെന്റ് തെരേസസ് സ്കൂളിന്റെ അടുക്കാണ് വരുന്നത് ഈ ബീച്ച്, ബേബി ബീച്ച്. കുറച്ചിങ്ങോട്ട് മിലിറ്ററിന്റെ ഏരിയ ആണ്. ഇവിടുന്ന് രാവിലെ മീനെ പിടിക്കുന്നുണ്ട്. ആയിക്കര കടപ്പുറത്തുനിന്ന് കോട്ടക്കുന്ന് അവിടെ എല്ലാം രാവിലെ ഒരു 5:30-6 മണിന്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാല് അവർ മീൻ വിൽക്കുന്നുണ്ടാവും പിടിച്ചിട്ട്. നല്ല ചെമ്പല്ലി, പിന്നെ അമൂറാന്ന് എപ്പോൾ കിട്ടില്ല, ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ നിന്ന് ചെറിയ പൈസക്ക് കിട്ടും. അവർ മീനിന്റെ പൈസ ഒന്നും എടുക്കൂല, അവരുടെ ചൂണ്ടയിൽ പിടിച്ചിട്ട് അവരുടെ ഒരു ഇഷ്ടത്തിന് വിൽക്കുന്ന മീനാണ്. നല്ല ഫ്രഷ് മീനായിരിക്കും. അത് ഓരോ സൈസായിരിക്കും, രാവിലെ പോയാൽ കിട്ടും. നല്ല ഫ്രഷ് മീനായിരിക്കും അല്ലേ, ഫ്രഷ് മീനായിരിക്കും. പിന്നെ പുഴയില് നമ്മളെ കക്കാട് പോയതിന് എപ്പോഴും വല വീശി പിടിക്കുന്നുണ്ട്. അവര് ഏത് ടൈമും ഉണ്ടാവും, അത് പറയാൻ പറ്റൂല. അവരുടെ അടുത്ത് കരിമീൻ കിട്ടും ചെറിയ പൈസക്ക്. ഒരു 5-6 നല്ല വലിയ വലിയ സൈസും ചെറുതലായിട്ട് കിട്ടും. അതന്നെ 10, 300, 400 രൂപക്കെല്ലാം കിട്ടും. അവിടെ ഞണ്ടുണ്ട്. ഞണ്ടിനെ പിടിക്കുന്ന ഇതുവരെ കണ്ടിട്ടില്ല. കരിമീൻ ഇപ്പൊ സീസൺ ടൈം ആണല്ലോ, അവർ വല വീശി പിടിച്ചിട്ട് ഇറങ്ങിയിട്ടല്ലോ ഒരുപാട് വിൽക്കുന്ന കൂട്ടുണ്ട് അവിടെ. എല്ലാം ആസാമിലുള്ള ഇന്ത്യക്കാരും മറ്റേ കൂട്ടിലാണ്. നല്ല നല്ല മീൻ കിട്ടും, അങ്ങനെ വാങ്ങിക്കുന്നവർ കുറേ ഉണ്ട്. ഞാൻ ഒരിക്കലും വാങ്ങിച്ചിട്ടുണ്ട്, കണ്ടിട്ട്. നല്ല അടിപൊളി മീനാണ്, നല്ല പൊരിക്കാനുള്ള സൂപ്പർ. അപ്പം നിങ്ങളിത് പറയുമ്പോൾ അവർ വിചാരിക്കുക നീ ആ വീട്ടിലല്ലേ എന്ന് കേട്ടോ. ഞാൻ കൊണ്ടുതരാറുണ്ട്, പിന്നെ മൂപ്പർ വർത്താനം പറയുന്നോണ്ട് കേട്ടോ അങ്ങനെ പറഞ്ഞത്. കണ്ടുപിടിക്കാൻ പോകുന്നല്ലേ? അതെ, കണ്ടുപിടിച്ച് കറി വെക്കുന്ന വൈഫ് കറി വെക്കുന്ന ഇട്ടിട്ടുണ്ട്. ഞണ്ട് പിടിക്കുവേ, ഞാനിപ്പോ പോകണ്ടെന്ന് പറയുന്നോണ്ട് കേട്ടോ പിടിക്കാത്തത്. നല്ല മുഴുത്തണ്ടല്ലേ? അതെ, നല്ല വലിയ വലിയ ഞണ്ട് പിടിച്ചോണ്ട് തരാറുണ്ട്. ക്ഷമ വേണം. അതെ.
രാവിലെ പോയിട്ട് വൈകുന്നേരം ഒരു 5:30 മണി വരെയൊക്കെ നിന്നിട്ടാകുമ്പോൾ നമുക്ക് ഒന്ന് കറി വെച്ച് കൂട്ടാൻ നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ പോകണ്ടെന്ന് പറയുന്നത് വേലിയേറ്റം അങ്ങനെ വെള്ളത്തിൻ്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ടാവും, കൊണ്ടാണ് പോകണ്ടെന്ന് പറയാം. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് പോയി ഇരിക്കും, എന്നിട്ട് കുറച്ച് പിടിച്ചിട്ട് വരും, അത്ര സ്ഥിരം ഏർപ്പാടല്ല. നമ്മളിങ്ങനെ തിരയെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുക. മോള് ഇളയാൾ വരാൻ കുറച്ച് വൈകുമെന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ, അപ്പോൾ എന്താ വായനാ മത്സരമൊക്കെ ഉള്ളതുകൊണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ച് ഏതായാലും ടൗണിൽ പോയിട്ട് ഇവിടെ വന്ന് കുറച്ച് സമയം ഇരുന്നിട്ട് പോവാം. മഴയും ഇല്ല, നല്ലൊരു കാലാവസ്ഥയായിട്ട് കാണുന്നുണ്ട്. ഇതിൻ്റെ കേടും പലിശയും രാത്രി തീർക്കുമെന്നറിയത്തില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ തിര ഇങ്ങനെ വരുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ബേബി ബീച്ചൊക്കെ കണ്ട് പോകാൻ നോക്കുന്ന ഭാഗം കേട്ടോ ഇത്. അപ്പോൾ അവിടുന്ന് കുറേ മുമ്പോട്ടേക്കൊക്കെ വരുമ്പോൾ കാറൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് കടൽക്കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ നേരെ മുമ്പോട്ടേക്ക് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പോകുന്ന വഴിക്കുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണുന്ന കേട്ടോ. എന്ത് ഭംഗിയല്ലേ, ഓരോ സൈഡും നല്ല പച്ചപ്പായിട്ട് നിറഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ട്. പച്ചപ്പ് ആഗ്രഹിക്കുന്നവരൊക്കെ ഇടയ്ക്കൊരു യാത്രയൊക്കെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പിള്ളേരൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ വീട്ടിലിരിക്കുന്നതല്ലേ, അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങാം. നമ്മൾ അവിടുന്ന് മുമ്പോട്ടേക്ക് വന്ന് നേരെ കാണുന്ന റോഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ മുനീശ്വരൻ കോവിലിൻ്റെ അടുത്തേക്കും, വലത്തോട്ട് പോകുന്ന റോഡ് നേരെ പ്രഭാതിൻ്റെ അടുത്തേക്കുമാണ് പോകുന്നത്. അപ്പം ഈ ഫസ്റ്റ് നേരെ പോകുന്ന റോഡ് പോകുമ്പോൾ പയ്യാമ്പലത്തേക്കും പോകും കേട്ടോ. അപ്പം നമ്മൾ വലത്തോട്ടേക്കാണ് തിരിഞ്ഞത്, അതാ നമുക്ക് കുറച്ചും കൂടെ എളുപ്പം, പെട്ടെന്ന് വീട്ടിലെത്താൻ പറ്റുമല്ലോ. അപ്പം പിന്നെ നമ്മൾ നേരെ മുമ്പോട്ടേക്ക് തന്നെ വരുക കേട്ടോ. മുമ്പോട്ടേക്ക് വരുന്ന സമയത്ത് അവിടെ പിന്നെ ഒരു മിലിറ്ററി ക്യാമ്പിന്റെ മുമ്പിൽ കൂടെ കേട്ടോ നമ്മൾ വരുന്നത്. അപ്പം നമ്മൾ പറയുന്നതിൽ കുറച്ച് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം. പിന്നെ അത് കണ്ട അവിടെ നല്ലൊരു മിലിറ്ററിക്കാരുടെ സംഭവം കേട്ടോ അത് ആക്കി വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അവിടെ ഈ പച്ചപ്പ് കാണുന്നിടത്ത് ഒരു ചെറിയ പാർക്കുണ്ട് കേട്ടോ, അതും അവരുടെ തന്നെയാണ്. പിള്ളേർക്കൊക്കെ കയറിയിരുന്ന് അത്യാവശ്യം കളിക്കാനുള്ള റൈഡ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് പിന്നെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ടേക്ക് വരുന്ന ഭാഗം കേട്ടോ ഈ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, പിന്നെ പ്രഭാതിന്റെ അടുത്തേക്കായി ഈ റോഡ് വന്ന് മുട്ടുന്നതെന്ന്. ഇവിടുന്ന് ഇപ്പൊ കണ്ട ആ ഭാഗം വരുന്നത് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ സെന്റ് തെരേസസ് സ്കൂളും, അത് കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ടേക്ക് വരുമ്പോൾ ഇടത് സൈഡിൽ സെന്റ് മൈക്കിൾസ് സ്കൂളും കൂടെ ആട്ടോ ഉള്ളത്. രണ്ടും നല്ല പേരുകേട്ട സ്കൂളുകളാണ്, ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന സ്കൂളും കൂടെ ആട്ടോ. അപ്പൊ നമ്മൾ നേരെ മുമ്പോട്ടേക്ക് പിന്നെയും വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ സെന്റ് തെരേസസിലെ കുട്ടികളൊക്കെ സ്കൂൾ വിട്ടിട്ട് പോകുന്ന ഭാഗവും ഒക്കെ കുറച്ച് പിള്ളേരൊക്കെ പോകുന്നതൊക്കെ കാണുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്ത് ഭംഗിയല്ലേ ഒരു നീലയും വെള്ള യൂണിഫോം ഒക്കെ ഇട്ടിട്ട് വരുന്ന കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതൊക്കെ കണ്ട് നമ്മൾ വീണ്ടും മുമ്പോട്ടേക്ക് തന്നെ പോവാം കേട്ടോ. ഇത് കുറെ പ്രാവശ്യമായല്ലേ ഞാൻ മുമ്പോട്ടെന്ന് പറയുന്ന. റോഡിന്റെ ഭംഗി കാണുന്നോണ്ടാട്ടോ ഇങ്ങനെ പറയുന്നത്. കണ്ടോ കുറെ കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്ന, അതാട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റ് മൈക്കിൾസ് സ്കൂള്. അവരൊക്കെ സ്കൂള് പിന്നെ വിട്ടിട്ട് വണ്ടികൾ വരുന്ന നോക്കിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കേട്ടോ. ഞാൻ വീട്ടിലേക്ക് എത്താൻ കുറച്ച് ലേറ്റ് ആവും, കാരണം മോള് വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മെല്ലെ പോകുന്നത്. നമ്മളിപ്പോൾ നേരെ അവിടുന്ന് മുമ്പോട്ടേക്ക് വന്ന് പ്രഭാതിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി വലത്തോട്ട് പോയാൽ നേരെ സിറ്റിയിലേക്കും പോകാം, ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം കേട്ടോ. താണ, പിന്നെ തളിപ്പറമ്പ് ഭാഗം, അങ്ങനെ ഏത് ഭാഗത്തേക്ക് വേണമെങ്കിലും നമുക്ക് അവിടുന്ന് മുമ്പോട്ടേക്ക് പോകാവേ. അപ്പം ഞങ്ങൾ സ്റ്റേറ്റ് ബാങ്കിൻ്റെ അതിലേ കൂടെ വന്ന് നേരെ പോവാം കേട്ടോ. വീട്ടിലേക്ക് പോകുന്ന ഭാഗമായി കാണുന്നത്. നല്ല തിരക്കും ഉണ്ട് അത്യാവശ്യം. പിന്നെ സ്കൂളൊക്കെ വിട്ട ടൈം ആയതുകൊണ്ട് പിന്നെ മഴയുടെ ചെറിയ ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് അങ്ങനെ മുമ്പോട്ടേക്ക് പോവുക. ഇപ്പം ലുലു ഗോൾഡ്, ലുലു സാരീസ് ഒക്കെ ഈ സൈഡിൽ കൂടെ കേട്ടോ ഉള്ളത്. അപ്പം നമ്മൾ ഈ യാത്രയൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് ഇങ്ങനെ പോവാ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോയില്ലേലേ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് വല്ലാതെ ബോറിങ് ആവും.
അപ്പം നമ്മൾ ചെറിയൊരു യാത്ര, വലിയ പൈസയൊന്നും മുടക്കാണ്ട് ഒരു 30 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൗണിലെത്താം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാം, മേടിക്കാനുണ്ടെങ്കിൽ മേടിക്കാം. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് റിലാക്സ് ആയിട്ടൊക്കെ വീട്ടിലേക്ക് വരാമല്ലോ. കൂടെ ആരേലും വേണം കേട്ടോ, ഒറ്റയ്ക്ക് പോകുമ്പോൾ അത് ശരിയാവില്ല. അത് കണ്ടോ, ഒരു പച്ച വണ്ടി പോകുന്നത്, അത് സ്കൂൾ വാനാ കേട്ടോ. നല്ല ഭംഗിയില്ലേ ആ വണ്ടി കാണാൻ വേണ്ടിയിട്ട്, റയർ കളറും പെട്ടെന്ന് ഒന്ന് അട്രാക്ഷൻ തോന്നിപ്പോകുന്ന ഒരു കളറാണ്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.